മോണ കാണിച്ചുള്ള ചിരി, അതൊരു ഇന്നസെൻറ്റ് സ്മൈലാണ് പിള്ളേരുടെ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ സൊല്യൂഷൻസ് ആണ്. ഹായ്, ഐ എം ഡോക്ടർ ലൈന തിയോഡർ, പ്രോസ്റ്റഡോണ്ടിസ്റ്റ് ആൻഡ് ഇംപ്ലാന്റോളജിസ്റ്റ്, മെഡിക്കൽ ഡയറക്ടർ, ടോപ്പ് മോസ്റ്റ് ഡെന്റൽ സ്കിൻ ഹെയർ ക്ലിനിക്. ഇതിന് 2 സൊല്യൂഷൻ ഉണ്ട്. അതായത് പെർമനൻറ്റും ഉണ്ട്, ടെമ്പററി ഉണ്ട്. ടെമ്പററി സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ 2 യൂണിറ്റ്സ് ബോട്ടോക്സ് വെച്ചിട്ട് ഇവിടെയുള്ള ഒരു മസിലിന് കൊടുക്കും. അപ്പം നമ്മുടെ മസിലിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റിയാണ് അത് കുറയ്ക്കുന്നത്. വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ബോട്ടോക്സ് കേട്ട് ആരും പേടിക്കുകയും വേണ്ട. ഇത് സാധാരണ സ്മൈൽ ഡിസൈനിങ്ങിന് അല്ലെങ്കിൽ സ്മൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ഈ 2 യൂണിറ്റ് ബോട്ടോക്സ് ഇവിടെ കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ എല്ലാ 3 മാസവും 6 മാസം കൂടുമ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ ഇനിയൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, പെർമനൻറ്റ് സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നമുക്ക് ഗംസ് റീകോണ്ടർ ചെയ്യാം. പല്ലിൻ്റെ ഇഷ്യൂ ആണുള്ളതെങ്കിൽ, ചെറിയ പല്ലാണെങ്കിൽ നമ്മൾ കുറച്ച് മോണ് കട്ട് ചെയ്തിട്ട്, ഭയങ്കര പെയിൻഫുൾ അല്ല കേട്ടോ, ലേസറിൽ ചെയ്യാൻ പറ്റും, കോട്ടറൈസേഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ നോർമലി സ്കാൽപ്പിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ പല്ലിൻ്റെ നീളം ഒന്ന് കൂട്ടും. അതൊന്ന്. രണ്ടാമതായിട്ട് നമുക്ക് മോണ കാണിച്ചുള്ള ചിരി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ടാഡ് ഇംപ്ലാന്റ്സ് എന്നുള്ളത്. ആ ടാഡ് ഇംപ്ലാന്റ്സ് വെച്ചിട്ട് മൊത്തത്തിൽ പല്ല് മേളിലേക്ക് വലിക്കാൻ പറ്റും. അത് രണ്ടാമത്തെ സൊല്യൂഷൻ. മൂന്നാമത്തെ സൊല്യൂഷൻ എന്താ? മൂന്നാമത്തെ സൊല്യൂഷൻ നമ്മൾ സിവിയർ കേസസിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അത് നമ്മളൊരു ഓർത്തോഗ്നാത്തിക് സർജറി എന്ന് പറയും. ആ സർജറി ചെയ്തിട്ടും കറക്ഷൻ ചെയ്യാറുണ്ട്. ഇതിൽ ഏത് വേണം നിങ്ങൾക്ക് എന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ തന്നെ കാണുക. Call me for appointments.